എന്റെ സിസ്റ്ററെ കണ്ടിരുന്നു. അവരപ്പം തന്നെ പോയല്ലോ. പോയെന്നോ? മാധവി, മാധവി, ചിക്കൻ ബിരിയാണിയോ? കൂട്ടുകാരി 3 പേരെയാ കൊന്നത്. അതിന് ടെൻഷനില്ല ഞാൻ. പറയാൻ കണ്ടൊരു നേരം. ആരാ കൊന്നത് ഞാനെങ്ങനെ അറിയാ? വിവരമില്ലാത്തോട് പോലീസ് എൻക്വയറി പറഞ്ഞ് മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതും ജഡല അവളുടെ ഒരു വീട്ടിലേക്ക് എപ്പോഴാ തിരിച്ചു വരുന്ന പറയാൻ പറ്റില്ല. മിനിസ്റ്റർ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഫോൺ വെക്കടി. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ കൈയൊന്ന് മുറിഞ്ഞു. അതെയോ? ഹോസ്പിറ്റലിൽ പോണം. വണ്ടിയാണെങ്കിൽ റിപ്പയർ ആയി. മോൾ എന്റെ വണ്ടി കയറി, ഞാൻ അങ്ങോട്ട് വിടാനേ. ശരി. അശോക, ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്. രാവിലെ തൊട്ട് പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റലായിട്ട് നെട്ടോട്ടമാണ്. കൂട്ടുകാർ 3 പേരെയാ കൊന്നത്. കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ. ആരാടാ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാ? അശോക, ഞാൻ രവിയാ സംസാരിക്കുന്നത്. എന്റെ സിസ്റ്റർ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ. എന്തെങ്കിലും പറയണോ? നീ ഞാനാണെന്ന് പറയണ്ട. വേഗം അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്. എന്താ ഈ പറയുന്നേ? അയ്യോ, അതെന്റെ സിസ്റ്റർ അല്ല. നിങ്ങൾ കൊന്നില്ലേ ശിവാനി? അവള് മാധവിയുടെ രൂപത്തിൽ വന്നതാ. നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നില്ല. അശോക, 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 അശോക. എന്നെ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോടാ? എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിട്ടേക്ക്. ഇതുപോലെ ഞാനും നിന്നോട് കെഞ്ചിയല്ലേടാ. ഷണ്ടനെ പോലെ അകത്ത് നിൽക്കുന്നത്? പുറത്തു വാ. ആരാടി ഷണ്ടൻ? ഞാനോ? നിന്നെ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും മതിയായില്ലേ? വീണ്ടും എന്റെ കൈ കൊണ്ട് ചാകാമെന്നാണോ? നേരം വെളുക്കട്ടടി, കാണിച്ചു തരാം. അതുവരെ ജീവനോടെ നിന്നെ ഞാൻ വിട്ടാലല്ലേ? വിടില്ലടാ. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവളാ. നീ അനുവദിച്ചില്ല. അമ്പലത്തിലെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് നീ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ എനിക്കോ? ജീവനോട് നിന്നെ ഇവിടുന്ന് ഞാൻ വിടാൻ പോകുന്നില്ലല്ലോ. ഇതുപോലെ ശക്തിയുള്ള ആത്മാക്കളെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല സർ. ജനിച്ചപ്പോൾ തന്നെ ദൈവിക ശക്തിയുള്ള കുട്ടിയാ. അവളുടെ ആഗ്രഹം നിറവേറാതെ ജീവനോടെ കുഴിച്ചിട്ടത് കൊണ്ടാ ഇത്രയും ഉഗ്രരൂപിയായത്. ശരീരവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ച മഹാന്മാർക്ക് മാത്രമേ ഈ ആത്മാവിനെ അടക്കാൻ സാധിക്കൂ. അങ്ങനത്തെ ഒരാളുണ്ട്. മുക്കുടയിലെ യാഗത്തിലാ ഉള്ളത്. അദ്ദേഹത്തെ കണ്ട ശിവാനി അടക്കാനുള്ള വഴി പറഞ്ഞു തരും.
ശിവാനി നമ്മളെക്കാൾ ബുദ്ധിശാലിയാ. മനസ്സിലായില്ല. മുരളിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. അയ്യോ സാർ വലിയ സമയം ചെന്ന് കാണാൻ 2-3 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല സാർ. അതിനൊരു വഴിയുണ്ട്. ഒന്ന് നിൽക്കണം സാർ. സ്വാമി, എന്താ മോനെ നിന്റെ പെങ്ങളെ പറ്റിയാണോ പറയുന്നത്? ഈ കാലത്ത് ആരേലും ബാധ എന്നൊക്കെ പറയൂ? ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഇതെല്ലാരും കൈകൊണ്ട് തൊട്ടിട്ട് അവളെ നോക്ക്. എന്തേ പറയുന്നു? നോക്കാൻ പറഞ്ഞില്ലേ? നിന്റെ ചേട്ടൻ തുറച്ചു നോക്കുന്നുണ്ടോ? ഞാനല്ല പറഞ്ഞത്, നിന്റെ പെങ്ങള് തന്നെ നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അവിടുന്ന്. എന്തിനാ ഈ അർദ്ധരാത്രി ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നെക്കാളും നന്നായിട്ട് മുരളിയെ ഹോസ്പിറ്റലിലുള്ളവർക്ക് നോക്കാൻ പറ്റും. നിനക്ക് മുരളിയാ മുഖ്യം, എനിക്ക് എന്റെ അനുജത്തിയും. എന്താ ഇത്? വേറെ പെണ്ണിന്റെ രൂപമൊക്കെയാണല്ലോ കാണുന്നേ. അതാണ് ഞാൻ പറഞ്ഞ ശിവാനി. പെണ്ണെന്ന് പറഞ്ഞ പ്രേതം ഇറങ്ങാന്നാ പറയുക. പക്ഷെ പെണ്ണിന്റെ ഉള്ളിൽ പ്രേതം ഇറങ്ങാന്ന് വെച്ചാ അവള് വന്നിരിക്കുന്ന മുരളിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവള് സ്ഥിരമായിട്ട് മാധവിയുടെ ശരീരത്തിൽ കുടിയിരിക്കും. അത് നടക്കാൻ പാടില്ല. അല്ല രവി, ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞ പോലെ മുരളിയോടും പറഞ്ഞ പ്രശ്നം സോൾവ് ആകുമല്ലോ. അത് മുരളിയുടെ ജീവൻ ആപത്താവും. അതുമാത്രമല്ല, ഇക്കാര്യം നമ്മൾ അറിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കിയാൽ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടമില്ല. ശിവാനിയുടെ ആത്മാവിനെ എങ്ങനെ ഒഴിപ്പിക്കാനാവുമെന്ന് ഞാൻ വലിയ സമയം ചോദിച്ചിട്ട് വരാം. അതുവരെ അവരെ ഒരുമിക്കാതെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. എന്തിനാ സാമിയൊക്കെ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. നമ്മളെല്ലാവരും ചേർന്ന് അവരെ ഒന്നു ചേരാതെ നോക്കാം. അത് നടക്കാതിരിക്കുന്നതും പ്രശ്നം തന്നെയാണ്. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഒന്നുചേരാൻ കഴിഞ്ഞാൽ ശാശ്വതമായി ഞാൻ ഈ ശരീരത്തിൽ തങ്ങും. ഒരുപക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നേരം വെളുക്കും മുമ്പ് മുരളിയെ കൊന്നിരിക്കും. അവൾ വിചാരിച്ചത് നടന്നാൽ മാധവി നമുക്ക് ഒരിക്കലും കിട്ടില്ല. എൻ്റെ അനുജത്തിയുടെ ജീവിതം, മുരളിയുടെ ജീവൻ, ഇത് രണ്ടും നിങ്ങളുടെ കൈകളില്ല. ബോസ്, അപ്പൊ പിശാചിനെ പിരിക്കാൻ പോവാണല്ലേ? ഇത് പലിശ പിരിക്കുന്ന പോലെ നിസ്സാര കാര്യമാണോ? റൊമാൻസ് സമയത്ത് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്താ പ്രേതത്തെ പോലെ ദേഷ്യം വരും. അപ്പൊ പ്രേതത്തെ ഡിസ്റ്റർബ് ചെയ്താ പിന്നെ പറയാനുണ്ടോ? ഇന്ന് എത്ര പേര് പ്രേതമായിട്ട് മാറുമോ എന്ന്. പറയൂ. എല്ലായിടത്തും നോക്കി ഒരു കാർ കവുന്നിടപ്പുണ്ട്. അതിനകത്തൊന്നും ആരും ഇല്ല. ഒരു ഫോൺ പൊട്ടിക്കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യും, ഞാൻ ദാ വരുന്നു. എന്താ ബോസ്, പിശാചിനെ പിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോ പാലില് സോപ്പ് പൗഡർ കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോപ്പ് പൗഡർ കലക്കാതെ പിന്നെ പോൺസ് പൗഡർ കലക്കാൻ പറ്റൂടാ? ഇത് രണ്ടുപേരും കുടിച്ചാലേ എങ്ങനെയാ ബെഡ്റൂമിൽ കിടക്കുക? ബാത്റൂമിൽ ഇരിക്കാനേ രണ്ടുപേർക്ക് സമയം ഉണ്ടാവും. സൂപ്പർ. എന്നാ എനിക്കൊരു ഡൗട്ട്. എന്ത്? പ്രേതത്തിന് വയറിളകുമോ? നല്ല ഡൗട്ട്. ഇത് പ്രേതത്തിന് കൊടുത്തിട്ട് അതിനോട് തന്നെ ചോദിച്ചു. എനിക്ക് പറ്റില്ല. ഇത്രയും പേരുള്ളപ്പോ ഞാൻ എന്തിനാ പോകുന്നേ? ഒരു പിശാച് മറ്റൊരു പിശാചിന് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് പച്ചമേട് പോകാൻ പറഞ്ഞത്. അയ്യോ, ഞാൻ തനിച്ചു പോവില്ലേ? നമുക്ക് ഗ്രൂപ്പായിട്ട് ഇപ്പൊ പോവാം. നിങ്ങൾ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ പാല് നിങ്ങളുടെ കെട്ടിയവന്റെ കൈ കൊടുക്കും. ഇത് മസാല പാലാണെന്ന് പറഞ്ഞ് അങ്ങേര് നിങ്ങളുടെ പുറകെ വരും. വേണോ? വേണ്ട വേണ്ട, അതില് നല്ലത് പ്രേതം തന്നെയാ. ഓൾ ദി ബെസ്റ്റ് ആന്റി. കൊടുക്കുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു പക്ഷെ പിടിക്കപ്പെട്ട ആന്റി പെട്ടെന്ന് തോട്ടത്തിലേക്ക് ഓടി. നല്ല ഐഡിയ. മായം കൂടെ ചെല്ലെ 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 ചെല്ലെ. എന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കും. ചെല്ലെ. ഇതുവരെ ഒരു പൂച്ചയ്ക്ക് പോലും ഞാൻ പാല് കൊടുത്തിട്ടില്ല. എങ്ങനെയാ ഞാൻ പ്രേതത്തിന് പാല് കൊടുക്കുന്നത്? അയ്യോ. എന്താ മാഡം, നല്ല മൂഡിലാണല്ലോ. ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. മുരളി, മുരളി, മുരളി. എന്താ ആന്റി? കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഓരോ ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കുമോനെ? ഇപ്പോഴല്ലേ
അതുകൊണ്ടല്ലേ അങ്കിൾ ഒരു പാത്രം നിറച്ച് പാല് തന്നത്. അത് സാധാരണ പാലാ, ഇത് സ്പെഷ്യൽ പാലാ. വയറ്റിൽ ഇനി സ്ഥലമില്ല ആന്റി. ആന്റിക്ക് വേണ്ടി ഒരു ഗ്ലാസ് കുടിക്കുമോനെ? പ്ലീസ് കുടിക്കുമോനെ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് പറ്റി ആന്റി? ആന്റി അത് പിന്നെ അങ്കിളിന് തലക്കടിയേറ്റ ശേഷം ആന്റി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സോറി. വാ ആന്റി, വന്നേ. അല്ല, സാരിയിൽ പാല് വീണില്ലേ, പോയി മാറ്റ്. എന്ത് പറ്റി ആന്റിക്ക്? എന്തു പറ്റി? പാല് കൊടുത്തോ? പിശാചി ബാത്റൂമിൽ പോയോ? തന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. ആന്റിയുടെ കയ്യിൽ നിന്ന് പാല് താഴെ പോയി. ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? എല്ലാം നശിപ്പിച്ചിട്ട് ബാറ്ററി പോയ ബൊമ്മയെ പോലെ മോന്തം വെച്ച് നിൽക്കുന്ന കണ്ടില്ലേ? ഞങ്ങളുടെ ബോസിനോ? ചുമ്മാതിരി. ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോ അവനെ രക്ഷിക്കണമെന്ന് പറയുന്നു. ഒരു പാചകക്കാരന്റെ വേദന മറ്റൊരു പാചകക്കാരനെ അറിയുന്നു. മാറി നിൽക്ക്. എന്ത് ചെയ്യാൻ പോടോ? വായും വെച്ച് ഊതാൻ പോകുക. ഫ്ലൈങ് കിസ് വന്നാ പോലും ഫിനോയിൽ ഒഴിച്ച് കഴുകണം. അപ്പോഴാ ലിപ് ടു ലിപ്പ് ക്ലോറോഫോം മണപ്പിച്ച പോലെ ഇപ്പം പോടാ വൃത്തിയിട്ടോനെ. അയ്യോ എല്ലാം വിശദമായിട്ട് എടുത്തോളാം കേട്ടോ. ഞങ്ങൾ പുറകെ എത്തിക്കോളാം. അയ്യോ അയ്യോ ഞാൻ പോകുന്നില്ല. എനിക്ക് പോകണ്ട. എനിക്ക് പോകണ്ട. അവസാന നിമിഷത്തിൽ പോയി നീ കാലുവിട്ടോടിക്കല്ലേ. ഞാൻ വിചാരിച്ചു നെഞ്ചുവേദനയായിരിക്കുമെന്ന്. ഗ്യാസിന്റെ ട്രബിൾ ആയിരുന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഓരോന്ന് മനുഷ്യനെ കൊലക്ക് കൊടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക.